മുമ്പ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർത്ത യോഗത്തിൽ ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് 2 സ്കീമുകൾ ആവിഷ്കരിച്ചിരുന്നതായി വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. നിലവിലുള്ള ലയങ്ങൾ നവീകരിക്കുന്നതിനും പുതിയവ നിർമ്മിക്കുന്നതിനും തീരുമാനങ്ങളുണ്ടായി. അനുവദിച്ച തുക 100% ഇടുക്കിയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞു. കൂടുതൽ വിപുലമായ പദ്ധതികൾ ഇനി ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നും ലയങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ക്രിയാത്മകമായ നടപടികൾക്കിപ്പോൾ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. ലയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ശരിയായ നടപടികളിലേക്ക് ഇപ്പോഴാണ് കിടക്കുന്നത്. ആദ്യമായിട്ടാണ് യഥാർത്ഥ ലയങ്ങൾ ലേബർ കോഡ് അനുസരിച്ച് പ്ലാന്റേഴ്സ് തന്നെ ചെയ്യേണ്ട ഭാഗമാണ്. വളരെ നേരത്തെ ഒരു സ്കീം ഉണ്ടായിരുന്നു. ആ സ്കീം കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നിലവില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലാന്റേഴ്സിന് പല കാരണങ്ങളാൽ അവരുടേതല്ല പല മേഖലയിലെ പ്രതിസന്ധിയും പല ഘടകങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ തന്നെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു യോഗം വിളിച്ചു ചേർത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 സ്കീമുകൾ ആവിഷ്കരിച്ചു. ഒന്ന്, നിലവിലുള്ള ലയങ്ങൾ അത് നവീകരിക്കുന്നതിന് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ മെയിൻ്റനൻസിന് വേണ്ടി 50,000 രൂപ വരെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന സ്കീമാണ്. മറ്റൊന്ന്, ലയം എന്ന് പറയുമ്പോൾ പല ബ്ലോക്കുകൾ ചേർന്നൊന്നാണല്ലോ. അതിനകത്ത് ഓരോന്നിനും 2 ലക്ഷം രൂപ വീതം പുതുതായി നിർമ്മിക്കുന്നതിന് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു. 30% വരെ ചിലവ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന മറ്റൊരു സ്കീമുമുണ്ട്. ആ സ്കീമിൻ്റെ നല്ല രീതിയിൽ ഇപ്പോൾ അനുവദിച്ച പണം 100%-ഓളം ഇടുക്കിയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗം ഇന്ന് തുടക്കം കുറിക്കും. കൂടുതൽ വിപുലമായിട്ടുള്ള പദ്ധതിയുടെ ഒരു ഉദ്ഘാടനം കൂടി വരാനുണ്ട്. അപ്പോൾ ലയങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ക്രിയാത്മകമായ നടപടി ഇപ്പോൾ ഗവൺമെൻറ് തുടക്കം